ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും തൻ്റെ പിതാവ് നൽകുന്ന ബാധ്യതാ നിർവഹണമാണ് അഖീഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ള പറയുകയാണ്, കുല്ലു ഗുലാമിൻ റഹീനതും ബി അഖീഖതിഹി. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യക്കുഞ്ഞും അവന് അഖീഖ അറുക്കാൻ ബാധ്യതയുള്ളവനായിട്ടാ ജനിച്ചു വീഴുന്നത്. റഹീനത്ത് എന്നാ പറഞ്ഞത്, ഒരു കടബാധ്യത പോലെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ ഉപ്പ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു കടം വീട്ടലാണ് അഖീഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നു മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, മഅൽ ഗുലാമി അഖീഖ, കുട്ടിയോടൊപ്പം തന്നെയും അഖീഖക്ക് ബാധ്യതയുണ്ട്. അഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറുത്തു കൊടുക്കുക എന്നാണ്. ആ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ ബലിയെ അറുത്തുകൊണ്ട്, ഒരു ഉരുവിനെ അറുത്തുകൊണ്ട് കൊടുക്കൽ ബാധ്യതയുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫഹരീഖു അൻഹു ദമാ, അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ രക്തം ചിന്തണേ, ആടിനെ നിങ്ങൾ അറുക്കണേ, ബലി അറുക്കണേ, അഖീഖ അറുക്കണേ. അമീതു അൻഹുൽ അദാ, അവനിൽ നിന്ന് മാലിന്യം നീക്കണേ. അവിടെ അദാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മുടിയാണ്. ജനിക്കുമ്പോഴുള്ള ആ മുടി നീക്കിക്കളയുകയും അഖീഖ അറുക്കുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊരു പ്രബലമായ സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോൾ, നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും സുഹൃത്തുക്കളെ നമുക്ക് പണ്ഡിത ലോകത്ത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താണ് ഓരോ മനുഷ്യ കുഞ്ഞിനും വേണ്ടി അറവ് നടത്തുക എന്നത്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഉലിദ ലഹു വലദ്, ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ ഫഅഹബ്ബ അയൻസുക ഫൽയൻസുക്, അവനു വേണ്ടി അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ അറവ് നടത്തിക്കൊള്ളട്ടെ. അനിൽ ഗുലാമി ശാത്താൻ, ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകൾ, മുക്കാഫിയത്താൻ, അതിന് യോജിച്ച പറ്റിയ 2 ആടുകൾ. അനിൽ ജാരിയത്തി ഷാത്ത്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ അറുക്കുക, ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകളെ അറുക്കുക എന്നത് ഒരു വലിയ പുണ്യകർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം അത് അവനിൽ നിന്നുള്ളൊരു കടം വീട്ടലാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തിനൊക്കെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ ആ ഒരു പ്രാധാന്യം നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ഇനി അഖീഖ അറുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു ശ്രമം, ഒരു ശ്രദ്ധ, ഒന്ന് പണം മാറ്റിവെച്ച് കണ്ടെത്തി ഞാനത് നിർവഹിക്കണമല്ലോ എന്ന ഒരു ആഗ്രഹം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാകണമെന്നതാണ് സുഹൃത്തുക്കളെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തന്നെ 7-ാം ദിവസം അറുക്കലാണ് ഏറ്റവും നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുദ്ബഹു അൻഹു യൗമ സാബിഇഹി, ജനിച്ച് 7-ാം ദിവസമാകട്ടെ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അഖീഖ അറുക്കുന്നത്. വയുഹ്ലഖു വയുസമ്മ, അവൻ്റെ മുടി നീക്കം ചെയ്യുന്നതും വയുസമ്മ, അവന് പേരിടുന്നതുമൊക്കെ 7-ാം ദിവസമാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നത് ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അതിന് പ്രത്യേകം ഉദാഹരണ സഹിതം പണ്ഡിതന്മാർ പറഞ്ഞു, വ്യാഴാഴ്ചയാണ് കുട്ടി ജനിച്ചിട്ടുള്ളത് എങ്കിൽ അടുത്ത ബുധനാഴ്ചയാണ് അഖീഖ അറുക്കേണ്ടത്, തിങ്കളാഴ്ചയാണ് കുട്ടി ജനിച്ചിട്ടുള്ളതെങ്കിൽ ഞായറാഴ്ചയാണ് അഖീഖ അറുക്കേണ്ടത്. അങ്ങനെ ദിവസത്തിൻ്റെ കണക്ക് പോലും പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഇനി അതിന് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏത് ദിവസവും ആ കുട്ടിക്ക് വേണ്ടി അറവ് നടത്താവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ 14-നോ 21-നോ ഒക്കെ പ്രത്യേകം സുന്നത്താണ് എന്ന് പറയുന്ന ഹദീസുകളിൽ ചില ദുർബലതകൾ ഉള്ളതിനാൽ 7-ാം ദിവസം അറുക്കാൻ കഴിയാത്തവന് ഏത് ദിവസവും ആകാം എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. സുഹൃത്തുക്കളെ, ഒരു കുട്ടിക്ക് വേണ്ടി പിതാവിന് അറുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് മുതിർന്ന് വലുതായി തനിക്കു വേണ്ടി അഖീഖ അറുക്കാൻ പോലും ഇസ്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയെ പോലുള്ള, ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഫൽഅഫ്ളലു അൻ യഉഖ അൻ നഫ്സിഹി, അങ്ങനെ തനിക്ക് വേണ്ടി ഉപ്പ അറുത്തിട്ടില്ലെന്ന് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവനവന് വേണ്ടി തന്നെ അഖീഖ അറുക്കേണ്ടതാണ്. ഇദാ ലം യഉഖ അൻഹു വാലിദുഹു, പിതാവ് അറുത്തിട്ടില്ലെങ്കിൽ, വലൗ കാന കബീറൻ, എത്ര വലുതായിട്ടുണ്ടെങ്കിലും എത്ര മുതിർന്ന ആളാണെങ്കിലും, ഹാദാ ഹുവ സുന്നഹ്, അതൊക്കെയാണ് സുന്നത്ത്, അത് പ്രവാചക ചര്യയെ ജീവിപ്പിക്കലാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനു വേണ്ടി അഖീഖ അറുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറഞ്ഞു, ഇദാ ലം യഉഖ അൻക, നിനക്ക് വേണ്ടി നിന്റെ പിതാവ് അഖീഖ അറുത്തിട്ടില്ലെന്ന് നീ അറിഞ്ഞാൽ ഫഉഖ അൻ നഫ്സിക്, നിനക്ക് വേണ്ടി നീ തന്നെയും ആ അറവ് നടത്തണം. വഇൻ കുൻത റജുല, നീ എത്ര വലിയ മനുഷ്യനായിട്ടുണ്ടെങ്കിലും, നീ എത്ര വലിയ പുരുഷനായിട്ടുണ്ടെങ്കിലും നീ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഹസനുൽ ബസ്രി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറഞ്ഞു, വയത്തഖി ഫിൽ അഖീഖതി മിനൽ ഉയൂബി മാ യത്തഖി ഫിൽ ലഹായ, ഉളിഹിയത്തിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട മര്യാദകളെല്ലാം അഖീഖക്ക് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായത്തിൻ്റെ കാര്യത്തിലും കുറവുകളും ന്യൂനതകളും ഇല്ലാത്ത ഉരുവിനെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിലുമൊക്കെ ഉളിഹിയത്തിൻ്റെ അതേ അഹ്കാമുകൾ, വിധികൾ, നിയമങ്ങൾ അഖീഖക്കും പാലിക്കേണ്ടതാണ്. വയസ്ലുകു ബിഹാ മസ്ലകൽ ലഹായ യുഅക്കലു മിൻഹാ വയതസദ്ദഖു വയുഹദ
ഇലൽ ജീറാൻ, ഉളിഹത്ത് പോലെ തന്നെ അതിൽ നിന്ന് ഭക്ഷിക്കാനും അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും ഹദിയ കൊടുക്കാനും ധർമ്മം ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, എത്രത്തോളം ആ ഒരു സമയത്ത് നാം നീക്കം ചെയ്യുന്ന കുട്ടിയുടെ മുടിക്ക് അതിൻ്റെ തൂക്കത്തിന് തുല്യമായ വെള്ളി ദാനം ചെയ്യുന്നത് പോലും വലിയ പ്രോത്സാഹനമായ ഒരു പുണ്യമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അബൂ റാഫി റഹിമഹുല്ലാഹ് പറയുകയാണ്, അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ഫാത്തിമ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലമ്മാ വലദത്തിൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്ത്, അഹ്ലിഖീ റഅസഹു, കുട്ടിയുടെ മുടി കളയണേ, വതസദ്ദഖീ ബിവസ്നി ശഹരിഹി ഫില്ലതൻ അലൽ മസാകീൻ, ആ മുടിക്ക് തൂക്കം വരുന്ന അളവ് നീ വെള്ളി പാവങ്ങൾക്ക് ദാനം ചെയ്യണേ. അപ്പോൾ കഴിയുന്നവർ അതുപോലും ചെയ്യൽ ഒരു കുട്ടിക്ക് നൽകുന്ന സുരക്ഷിതത്വമായി സഹോദരങ്ങളെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.